എന്തുകൊണ്ട് UGC നെറ്റ് എക്സാം എന്നും എന്തിനീ പരീക്ഷ എഴുതുന്നു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്, സത്യമാണ്. എന്നാൽ കോളേജിലേക്കുള്ള പ്രവേശനത്തിന് മാത്രമല്ല, നിങ്ങളൊരു റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇനി അതല്ല, മാന്യമായൊരു ജോലി കിട്ടുന്ന സാലറി, അതായത് ഒരു 37,000 രൂപ തൊട്ട് 42,000 രൂപ വരെ മാസം സ്റ്റൈഫൻഡ് കിട്ടി PhD ചെയ്യാനും ഇതേ പരീക്ഷ തന്നെയാണ് യോഗ്യത. അപ്പോൾ മെയിനായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ആവണമെങ്കിൽ ഇത് വേണമെന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. കോളേജിൽ അധ്യാപനത്തിനുള്ള യോഗ്യത ഇതാണ്. നിങ്ങൾ ഏത് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നെറ്റ് ഉണ്ടെങ്കിൽ അതൊരു അധിക യോഗ്യതയും എലിജിബിലിറ്റി ക്രൈറ്റീരിയയും തന്നെയാണ്. രണ്ടാമതായിട്ട് PhD ചെയ്യുമ്പോൾ അഡ്മിഷൻ വേണമെങ്കിൽ പോലും NTA UGCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് NTA UGC നെറ്റിൻ്റെ സ്കോറാണ് അതിൻ്റെ ക്രൈറ്റീരിയ. അതിനായിട്ടാണ് ഈ പുതിയ മൂന്നാമതൊരു കാറ്റഗറി കൊണ്ടുവന്നിരിക്കുന്നത്. തേർഡ് ഒരു കാറ്റഗറി കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് PhDക്കുള്ള എൻട്രൻസ് ടെസ്റ്റുകളൊക്കെ ഒഴിവാക്കി അതിനുള്ള ഏക യോഗ്യത എന്ന രീതിയിൽ വരുന്ന വർഷങ്ങളിൽ തന്നെ NTA UGC നെറ്റ് എക്സാം മാറും. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു 25 ലക്ഷത്തിൻ്റെ അടുത്ത് സ്റ്റൈഫൻഡാണ് 5 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾ PhD ചെയ്യുന്ന കാലഘട്ടത്തിൽ ഗവൺമെൻറ് നിങ്ങൾക്കായിട്ട് പേ ചെയ്യുന്നത്. അപ്പോൾ സർക്കാർ ചെലവിൽ പേരിനോടൊപ്പം ഡോക്ടർ എന്ന് ചേർക്കാനുള്ള അവസരം കൂടിയാണ്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അപ്പോൾ നിങ്ങൾ പഠനം സീരിയസ് ആയിട്ട് എടുക്കുന്നുവെങ്കിൽ കരിയർ പാത്ത് വേ ഫർദറായിട്ടുള്ള സ്റ്റഡീസിലും ടീച്ചിങ്ങിലും ആണെങ്കിൽ ഉറപ്പിച്ചോളൂ, NTA UGC നെറ്റ് എക്സാം അല്ലാതെ മറ്റൊരു വഴിയില്ല.